ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക്. ജില്ലാ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസിൽ നിർണായകമായത് നടി ഹണി റോസ് രഹസ്യമൊഴിയെന്ന് കൊച്ചി DCP അശ്വതി ജിജി 24 പറഞ്ഞു. പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെക്ഷന് വിട്ടത്. ബാക്കി പ്രതി ഒരിക്കലും സമ്മതിക്കില്ലല്ലോ ഞാൻ ചെയ്തു എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ. ജയിലിലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ബാക്കി പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ മറ്റൊന്നു. ശ്രീകാന്ത്, പറഞ്ഞു കേട്ടതിനപ്പുറം കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ആ കോടതി ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും ഉന്നയിക്കുന്ന കാര്യങ്ങൾ കോടതിക്ക് സംശയലേശം തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രഹസ്യമൊഴിയിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ശ്രീകാന്ത്, സ്വാഭാവികമായും ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ ചെയ്യാൻ പോകുന്നത് അഷ്മിത ഹൈക്കോടതിയിലേക്ക് കേസ് എത്തിക്കുക എന്നുള്ളതാണ്. ജില്ലാ സെഷൻസ് കോടതിയിലേക്ക്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് പോയാൽ അത് അത്ര സുഖകരമായിരിക്കില്ല എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഹൈക്കോടതിയിൽ കേസ് എത്തിച്ച് അത് ഇന്ന് തന്നെ അടിയന്തരമായി വാദം കേട്ട് ഒരു ഇടക്കാല ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, അതാണ് അവർ പയറ്റാൻ പോകുന്ന തന്ത്രം. ഈ കീഴ്ക്കോടതിയിലെ വാദങ്ങളോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്കോ അപ്പുറം കുറച്ചുകൂടി ഈ നിയമത്തിൻ്റെ സാധ്യതകൾ തേടുക എന്നുള്ളതായിരിക്കും ഹൈക്കോടതിയിൽ ഈ അഭിഭാഷകർ സ്വീകരിക്കാൻ പോകുന്ന കാര്യം. കാരണം ഹൈക്കോടതിയിൽ പ്രധാനമായും നോക്കുന്നത് ഈ ജാമ്യം കൊടുക്കാവുന്നതാണോ, ഇടക്കാല ജാമ്യത്തിന് അർഹതയുണ്ടോ തുടങ്ങിയ സാങ്കേതികമായ കാര്യങ്ങൾ കൂടി നോക്കും. അത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള സാങ്കേതികമായ കാര്യങ്ങൾ കൂടി നോക്കും. അത് തങ്ങൾക്ക് ഇടക്കാല ജാമ്യത്തിന് അർഹത ഉണ്ടാകും എന്ന് പ്രതിഭാഗം വിചാരിക്കുകയും ചെയ്യുന്നു. കിട്ടുന്ന വിവരമനുസരിച്ച് ഉച്ചയോടെ സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ വൈകിട്ട് ജയിൽ മോചിതനാകാൻ സാധിക്കും എന്ന് ബോബി ചെമ്മണ്ണൂരും അനുയായികളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ കീഴ്ക്കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക ചുവയോടെയുള്ള സംസാരമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതിനുള്ള തെളിവുണ്ട്. ഈ പരിശോധന നടത്തേണ്ട ചില റിക്കവറി നടന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫോണാണ്. ആ ഫോൺ പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഇനി മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരുന്നു. അതിന്റെ മെറിറ്റിലേക്കൊന്നും പോകില്ല ഹൈക്കോടതി. എങ്കിൽ പോലും ആ ഉത്തരവ് കോടതിയുടെ മുൻപാകെ കോടതി ഒരു പരിശോധനയ്ക്ക് എന്തായാലും വിധേയമാക്കും. ശേഷമായിരിക്കും വിധിയിലേക്ക് പോകുന്നത്. ഈ വീഡിയോ ഒന്നുകൂടി കാണണമെന്നൊക്കെ ഒരു പക്ഷേ ഹൈക്കോടതിയിലും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിസ്സാരക്കാരല്ല ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അസോസിയേറ്റ്സ് ഹാജരാകുന്നു. ജിയോപോൾ നേരത്തെ മുകേഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്. അങ്ങനെ ഒരു അഭിഭാഷകരുടെ ഒരു പട തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹൈക്കോടതിയിലേക്കും എത്താൻ പോകുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ജില്ലാ കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. പക്ഷേ ആ പ്ലാൻ മാറ്റുന്നു. ആ കോടതിയിലേക്ക് പോയാൽ അത് തിരിച്ചടിയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. അവരുടെ അഭിഭാഷക സംഘത്തിൻ്റെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ്, ചെറിയ കക്ഷിയല്ല. അവർ തിരിച്ചടിയുണ്ടാകുന്ന നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഈ രഹസ്യമൊഴി എന്താണെന്നുള്ളതാണ് അതിലെ ആകാംക്ഷ. രഹസ്യമൊഴിയിൽ കുറച്ചുകൂടി ശക്തമായ, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്.